കോഴിക്കോട് വിജിൽ കൊലക്കേസിൽ വിജിലിൻ്റെതെന്ന് കരുതുന്ന അസ്ഥി കണ്ടെത്തിയെന്നാണ് നമ്മൾ നേരത്തെ മിഥില ബാലൻ റിപ്പോർട്ട് ചെയ്തത്. സരോവരത്തെ ചതുപ്പിൽ നിന്നാണ് അസ്ഥി കണ്ടെത്തിയത്. വിജിലിന്റെ മാതാപിതാക്കൾ 24/7 തത്സമയം ചേരുന്നുണ്ട്. ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, അവരും ആ അന്വേഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ അന്വേഷണത്തിൽ നീതിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. ആ വാർത്തയെ അവർ കാണുന്നത് എങ്ങനെയാണ് ഷഹദ്? ഹാഷ്മി, നമ്മളിപ്പോൾ നിൽക്കുന്നത് വിജിലിൻ്റെ വീട്ടിലാണ്. വിജിലിൻ്റെ പിതാവ് ഇപ്പം 24-നൊപ്പം ചേരുകയാണ്. അച്ഛാ, ഇപ്പം ഔദ്യോഗികമായിട്ട് നിങ്ങളെ അറിയിച്ചോ? അതായത് വിജിലിൻ്റെതെന്ന് കരുതുന്ന ഒരു അസ്ഥി കണ്ടെത്തിയിട്ടുണ്ട് സരോവരത്ത് നിന്ന്. കണ്ടെത്തി മാത്രമേ പറഞ്ഞു. പിന്നെ പോലീസുകാരനെ വിളിച്ച് പറഞ്ഞില്ല. ഒരു നമ്പർ തന്നില്ല എസ് ഐനെ വിളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുമ്പേ ആയിട്ട്. അപ്പോഴത്തെ ബാത്റൂമിൽ വന്നപ്പോൾ പിന്നെ ഇല്ല, വിളിച്ചിട്ടില്ല. അപ്പം നമുക്ക് വിവരം കിട്ടിയല്ലോ, അത് മതിയല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഒരു 3 ആളിട്ട് നല്ല പറഞ്ഞത്. ഒരാളെയും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ഇതായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവർ രണ്ടാൾ പോകാൻ്റെ സുഹൃത്തുക്കളാണ്, മറ്റോ സുഹൃത്തല്ല. അതായത് ഇങ്ങനെ പറയുന്നുണ്ട് എന്നല്ലാണ്ട് ഇവിടെ വന്നിട്ടും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അതപ്പോൾ അതിൽ നമുക്കൊരു സംശയങ്ങൾ വരുന്നുണ്ട്. അത്ര മാത്രമല്ല, ഇതിപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് എന്നെ വിളിപ്പിച്ച് സ്റ്റേഷനിൽ വിളിപ്പിച്ച് പറഞ്ഞപ്പോൾ ഇന്നേക്ക് 17 ദിവസമായി. ഇതുവരെ ഏറ്റവും അയാളെ പറ്റി ആരും വിവരമില്ല. എന്താണ് ഏതാണെന്ന് അറിയുന്നില്ല ഒന്നത്. പിന്നെ ഇവരോട് പിറ്റേന്ന് തന്നെ ഞാൻ അവരെ രണ്ടാളുടെ വീട്ടിൽ പോയി ചോദിച്ച്, മോനെ ഞങ്ങൾക്ക് ഫോണുണ്ടോ? ഞങ്ങൾ ഈ സംഭവം നടന്നതിന് ശേഷമാണ്. അതാ നടന്ന ശേഷം പെറ്റീഷൻ പെറ്റീഷൻ കൊടുക്കുന്നതിന് മുമ്പേ ഇവരെ കണ്ടിട്ട് പെറ്റീഷൻ കൊടുക്കാനാണ് എൻ്റെ വിചാരം. അപ്പം സ്വിച്ച് ഓഫാണ് അമ്മയും ഞാനും വിളിച്ചിട്ട് പറയുന്നത്, ഏട്ടനും വിളിച്ചിട്ട് പറയുന്നത് അങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് സുഹൃത്തുക്കളല്ലേ, നിങ്ങൾക്ക് ഫോനായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് അമ്മേൻ്റെ ഫോണും എൻ്റെ ഫോണും കിട്ടുമ്പോൾ ഓടി വരുമല്ലോ. അപ്പോൾ അവൻ്റെ പദ്ധതി നടക്കില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ എങ്ങൾക്ക് പോണില്ലേ, വരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇല്ല അങ്ങനെ പറയില്ല. ഇതിന് ശേഷം ഞാൻ കേസ് കൊടുക്കട്ടെ, പെറ്റീഷൻ കൊടുക്കണമല്ലോ നമ്മൾ, ആളെ കണ്ടില്ലെങ്കിൽ. അങ്ങനെയാണ് എലത്തൂർ സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുത്തിട്ടും പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടും 3 ദിവസം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഇടപെടാതെ വരത്ത് പോകുന്നുണ്ട്. അതപ്പോൾ കണ്ടാൽ നിഖിൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആദ്യം പോവുക, വാഴത്തുരുത്തി. നമ്മളൊക്കെ ആളെ 10-16 കൊല്ലം താമസിച്ചതാണ്. അപ്പോൾ അവിടുന്ന് എൻ്റെ കൂടെ എന്നിട്ട് എരപ്പാലത്തിൽ വരും. അവിടുന്ന് 10-ാം വർഷം കൊണ്ട് ഞങ്ങൾ പോയിരുന്നത്. എന്നിട്ടും കൂടിയും നമ്മളെ മക്കളെ പോലെ ഞാൻ വിശ്വസിക്കാൻ കൂടിയിട്ട് അവൻ ഒരു പതറില്ല, ഒരു വാക്ക് പോലും മാറി പറഞ്ഞില്ല ഇത്രയും ദിവസമായിട്ട്. ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ അവരാകും. അതിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. വഴിക്ക് പിന്നെ തലമ്പാട്ട വേങ്ങേരി എന്ന് പറഞ്ഞാൽ തലമ്പാട്ടൻ പോയിട്ട് അവൻ്റെ വീട്ടിലും പോകും. ഇല്ല, അപ്പോൾ 2-3 പ്രാവശ്യം ചെന്നപ്പോൾ പറയും, ഇല്ല അച്ഛാ, അവൻ അങ്ങനെ തന്നെയാണ്, വിളിക്കുന്ന പരിപാടിയൊന്നുമില്ല, കാണുമ്പോൾ മാത്രമേ ഓയുള്ളൂ, അതും കേട്ട് പോരുക. ഇത് ഇപ്പം ഇവർ ഈ സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ കുടുംബം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നോ? കാരണം നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഇതിലൊരു അന്വേഷണം തുടരുന്നത്. അതെ, വലിയ വിശ്വസിച്ചില്ലാന്ന് ഇവരാണ് ചെയ്തതെന്ന് എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് പറഞ്ഞിട്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു. ഇങ്ങനെയാണ് ഭാര്യയോട് പെട്ടെന്ന് പറയണ്ടെന്ന് ഞാനും മോനും വിചാരിച്ച് പോകുന്നതാ. അപ്പോൾ ഇവിടെ ആൾക്കാരെ കൂടി ചേനലൊക്കെ കണ്ടിട്ട് ആൾക്കാർ കൂടി ഇതെന്താ അവർ നിൽക്കുന്ന അവിടെ നിൽക്കുന്നത് ചോദിച്ചാൽ പിന്നെ അകത്തേക്ക് വിളിച്ച് പറഞ്ഞ് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചില്ല. ഇന്നിപ്പം അല്പസമയം മുമ്പ് പറഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് തെരച്ചിൽ നടത്തി, പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടുണ്ടായിരുന്നില്ല. ഒരു ഷൂ മറ്റോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പം അല്പസമയം മുൻപാണ് ഈ അസ്ഥി കണ്ടെത്തി എന്ന് പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ എന്താണ് അച്ഛൻ ഈ കേസിൽ പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷിക്കുന്നതാണെങ്കിൽ ഇപ്പം നമുക്ക് എന്താ ഞാൻ പറയേണ്ടത്, ഒരുത്തരും മൂടി വെച്ചില്ലേ 6 കൊല്ലം ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ പിന്നെയാണെങ്കിലും ഇവരെ കൊണ്ട് കഴിയാതെ 3ാമത്തെ ഒരാളും കൊണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. അല്ലാതെ ഇവരെ സ്വയം ബുദ്ധിയല്ല ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല. 3ാമതൊരാളും കൊണ്ടാവും. ഒരാളെ കൊണ്ട് കിട്ടാൻ അറിയില്ലേ. അപ്പോൾ അയാളോട് കിട്ടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കേസിന് പൂർണ്ണമായിട്ട് പുറത്ത് വരും. പിന്നെ മാത്രമല്ല, ഇവരിങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെയാണെങ്കിൽ വണ്ടി കല്ലായി സ്റ്റേഷൻ്റെ കാട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെയൊക്കെ അപ്പോൾ എന്തുമാത്രം ബുദ്ധിയുള്ള ആളെന്ന് മനസ്സിലാക്കാൻ അതിൽ തന്നെ അല്ലേ. പിന്നെ വലിയ അസ്ഥി പെറുക്കിയിട്ട് കടലിൽ കൊണ്ടുപോയിട്ടോ അല്ലേ, അതെന്തിനെന്ന് പോലീസുകാരൻ ചോദിച്ചപ്പോൾ ഞങ്ങൾ അവനെ കർമ്മം ചെയ്താണ്. അവൻ്റെ കർമ്മം ചെയ്യാൻ ആരാ? ഒരച്ഛനോ ബാക്കിയുള്ളവരൊക്കെയാ? അവരെ ശേഷക്രിയ ചെയ്യലും ബാക്കിയുള്ളവരല്ലേ, ഒരേട്ടനോ അഞ്ചനോ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഓരോക്കെയാണ് ചെയ്യേണ്ടത്. അതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്നിങ്ങോട്ട് ഇത് വരുന്നത്. ഒരു മനസാക്ഷി കത്താത്ത വർത്താനൊക്കെയല്ലൊക്കെ അതൊക്കെയാണ് ഇങ്ങനെ തോന്നുന്നത്. അല്ലാതെ ഇപ്പോൾ അങ്ങനെ ആക്കണം എന്നും പറയാൻ അത് തയ്യാറല്ല. ഒക്കെ ദൈവം നിശ്ചയം പോലെ വരട്ടെ അല്ലേ. ഇവിടെ മോനെ നഷ്ടപ്പെട്ട്
എന്തായാലും ഹാഷ്മി അതാണ്. അപ്പം ഈ വിഷയത്തിൽ ഈ രണ്ടുപേരല്ല ഒരാൾ കൂടി ഉണ്ട് എന്ന് അച്ഛൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പം ആ ഒരാളെ ഉടൻ തന്നെ പിടികൂടണം എന്ന ഒരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.